ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രസികൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോരാക്കാൻ നല്ല ടേസ്റ്റുള്ള, അതാണ് ഞാൻ പിന്നെയും പറയാൻ കാര്യം കേട്ടോ, കൂട്ടുകറിയാണ്. അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് കടലപ്പരിപ്പ്, അത് ഞാനൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ പച്ചക്കറികൾ, അതിലേക്ക് വേണ്ട ചേന, കുമ്പളങ്ങ, പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പച്ചക്കേൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെറുതെ ഇട്ടിട്ടുണ്ട്. അത് ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ടേസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ ഇപ്പോൾ ഇടാൻ ഞാൻ മറന്നുപോയി, പിന്നെ രണ്ടാമത് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. ഇത് നല്ല സദ്യ സ്റ്റൈല് കൂട്ടുകറിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് സാധാരണ ചട്ടിയിൽ അടച്ചു വെച്ചിട്ടും വേവിക്കാം, പക്ഷെ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 2 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. 2 വിസിലിനെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂണോളം നല്ല ജീരകം, 3/4 ടീസ്പൂണോളം കുരുമുളക്, അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. ഇപ്പം നമുക്ക് നമ്മുടെ പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ വലിയതായിട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല. അതിലേക്ക് 1 സ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മസ്റ്റായിട്ട് ചേർക്കണേ, അതിൻ്റെ ടേസ്റ്റൊക്കെ അതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനെ ഒന്ന് കടുക് താളിക്കണം. ഇത് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് താളിക്കും. ആ കടുക് താളിക്കലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ള് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കണം. ആ തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ ആ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ മൊരിയിച്ച് കൊടുക്കണം. 2 സ്പൂണോളം തേങ്ങ മതി കേട്ടോ. അപ്പോൾ ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ അതൊന്ന് വഴറ്റി മൊരിയിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. അപ്പോൾ നമുക്ക് സദ്യ കിട്ടുന്ന അതേ ടേസ്റ്റിൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അല്ലെങ്കിൽ ചില കല്യാണ സദ്യകളിൽ കിട്ടും നല്ല ടേസ്റ്റിലെ കൂട്ടുകറി. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയോണ്ടിട്ടാണ് ഞാൻ പിന്നെയും അതിൻ്റെ ടേസ്റ്റ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. കണ്ടില്ലേ, ഇനി അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ. നമുക്ക് ബ്രൗൺ കളറായി. ഇനി നമുക്കത് ആ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാവുക. അത്രയേ ഉള്ളൂ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി. അപ്പോൾ നോക്ക്, നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും കുക്കറിലായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും സദ്യയ്ക്ക് ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.